ഗുഡ് മോർണിംഗ്. കുളിച്ചിട്ട് എത്ര ദിവസമാടി? ഇതാണ് ഗൈസ് നമ്മുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത്. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. ഡ്രോൺ പറത്താൻ പോയാലോ? ഡ്രോൺ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുവാണ്. കണ്ടോ നിങ്ങൾ? ഹായ്. ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ. ഹായ് പെരിയവരെ. IR-ലൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വലിയ പ്രശ്നം നടക്കാൻ പോവാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഗൈസ്, ഞാനിപ്പോൾ എണീറ്റേ ഉള്ളൂ. ഇന്ന് നമ്മൾ കുറച്ച് നേരത്തെ എണീറ്റു, കാരണം ഇന്ന് നമുക്ക് 2-3 പരിപാടികൾ ഉണ്ട്. സോ ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ. പെട്ടെന്ന് എണീക്കട്ടെ. ഇപ്പം തന്നെ 10 മണിയാവാറായി. ജിമ്മിൽ പോകണം. ലെറ്റ്സ് ഗോ. ഗുഡ് മോർണിംഗ്. എവള് ഇപ്പം പണ്ടത്തെ പോലെയല്ല, നല്ല അലമ്പാണ് അത്യാവശ്യം. പറഞ്ഞാൽ ഒന്നും കേൾക്കത്തില്ല. ഉണ്ടാ ഇരിക്കുന്നുണ്ടാ? കുളിച്ചിട്ട് എത്ര ദിവസമാടി കുളിച്ചിട്ട്? എത്ര ദിവസം കുളിച്ചിട്ട്? ഭയങ്കര കുരുത്തക്കട ഇപ്പം. അപ്പോൾ ഗൈസ് കയറാ ഹായ്. സോ ഗൈസ്, അപ്പോൾ നമുക്ക് ജിമ്മിലോട്ട് പോവാം. എനിക്ക് തോന്നുന്നു നമ്മൾ കുറേ ആയിരുന്നോണല്ലേ ഈ ജിമ്മിലെ വീഡിയോസൊക്കെ ഇട്ടിട്ട്. നമ്മൾ ജിമ്മൊക്കെ കണ്ടിട്ട് എത്ര നാളായി. സോ എന്ന് വെച്ച് ഇപ്പം കുറേ രണ്ട് ചോദിക്കാറുണ്ട്, വർക്കൗട്ടൊന്നും ഇല്ലേ, ജിമ്മിലൊന്നും പോകുന്നില്ല എന്നൊക്കെ. ഞാൻ വീഡിയോസ് ഇടാറില്ലെന്നേ ഉള്ളൂ, ജിമ്മിലൊക്കെ പോകുന്നുണ്ട്. വേറെ ആയിരുന്നു പറഞ്ഞ കേസ്, നമ്മളിപ്പോൾ ഡയറ്റ് ഇപ്പം ഞാനൊരു കഴിഞ്ഞ ഒരു 1.5 മാസമായിട്ട് അധികം സ്ട്രിക്റ്റ് ഡയറ്റിലൊന്നും അല്ലായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 2 മന്ത് ഡയറ്റിലല്ലായിരുന്നു വേണമെങ്കിൽ പറയാം. രാവിലത്തെ പ്രോട്ടീൻ ഇൻടേക്ക് മാത്രം പ്രോപ്പറാണെന്ന് വെച്ചാൽ യെസ്, ഏറെക്കുറെ ഒക്കെ നോക്കും. പിന്നെ പോർഷൻ കൺട്രോൾ ചെയ്ത് കഴിക്കും എന്നുള്ളതല്ലാണ്ട് നമ്മുടെ പഴയ ഡയറ്റും സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പം വീണ്ടും ഒരു 1.5 വീക്കായിട്ട് ഇപ്പം വീണ്ടും ഡയറ്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വേറെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അന്ന് ഗ്യാസിന്റെ ഇഷ്യൂ വന്നില്ലേ, ഗ്യാസിന്റെ ഇഷ്യൂ ഒക്കെ വന്ന സമയത്താണ് ഇതെല്ലാം ബ്രേക്ക് ആയി തുടങ്ങിയത് ഫസ്റ്റ്. പിന്നെ ഇപ്പോഴാണ് വീണ്ടും റീസ്റ്റാർട്ട് ആക്കിയത്. പക്ഷെ അത് റീസ്റ്റാർട്ട് ആകാൻ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തന്നെ ഒരു ഫോളോവർ ഒരു ഹെൽത്തി ബൗൾ, അതായത് ഐ മീൻ ഒരു ക്ലൗഡ് കിച്ചൺ സ്റ്റാർട്ട് ചെയ്തായിരുന്നു എറണാകുളത്ത്. ഇതുപോലെ ഞാനിത് കണ്ടിട്ട് ഇങ്ങനെ കോൺടാക്ട് ചെയ്തു. ആൻഡ് പുള്ളി അവരുടെ ഫുഡ് എനിക്ക് ഫസ്റ്റ് ഞാനിപ്പോൾ ഈ 1.5 ആഴ്ച ഞാൻ ട്രൈ ചെയ്യുമായിരുന്നു അവരുടെ ഫുഡ്. മോർണിംഗ് തന്നെ നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. ഹോം ഡെലിവറിയാണ്. അവർ സാധനം സേഫായിട്ട് വീട്ടിലെത്തിക്കും. ആൻഡ് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ നോക്കാം. ഓക്കെ, ഇത് കഴിച്ചിട്ട് നമുക്ക് ജിമ്മിലോട്ട് പോവാം. ഓക്കെ, സോ ഗൈസ്, ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് കണ്ട ഡ്രീമർ ഹെൽത്തിഗോ എന്നാണ് അവരുടെ പേര് കേട്ടോ. നല്ല പേര്, നല്ല പാക്കിംഗ് ഒക്കെയാണ്. അയ്യോ, എന്താ പ്രോഡക്റ്റ് റിവ്യൂ എന്നല്ല ഇത്. സോറി, ഐ എം വെരി സോറി. ഇത് കണ്ടോ, നമ്മള് ഗെയിമിംഗ് റൂമിലത്തേക്ക് പുതിയൊരു സ്റ്റിയറിംഗ് വീല് വാങ്ങി. ഇതൊക്കെ റിയൽ കാർ സിമുലേറ്റർ ഗെയിംസ് ഒക്കെ നമുക്ക് ഇതിൽ കളിക്കാൻ പറ്റും. ഭയങ്കര ഫീലാണ്, നൈസാണ്. വാവ്, കുറേ ഐറ്റംസ് ഉണ്ടല്ലോ. ഇതെന്താ? ഇതാണ് ഗൈസ് നമ്മുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത്. ഓട്സ്, ബനാന, ഇച്ചിരി ഹണി, പിന്നെ ഡ്രൈ ബെറീസും ആൽമണ്ടും പിന്നെ യോഗട്ടും. ഇത് ശരിക്കും ഞാൻ കസ്റ്റമൈസ് ചെയ്തതാണ്. അതായത് എൻ്റെ ഡയറ്റ് നോക്കിയിട്ട് ഞാൻ കസ്റ്റമൈസ് ചെയ്യാണ്. പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഇവരുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, അവരുടെ തന്നെ സ്റ്റൈലിൽ ചെയ്യുന്ന പ്രോട്ടീൻ എല്ലാം പ്രോപ്പറാക്കിയിട്ട് അതാണ് ഏറ്റവും അടിപൊളി. ഞാൻ ഇന്ന് ജസ്റ്റ് എൻ്റെ കസ്റ്റമൈസ് വാങ്ങിയെന്നേ ഉള്ളൂ. ഞാൻ അവരുടെ മോർണിംഗ് മെനു എങ്ങനെയാണെന്ന് ഞാൻ കൊടുത്തേക്കാം ഇവിടെ. ഓക്കെ, സോ അടിപൊളിയാണ് കേട്ടോ. ഞാൻ പോയി കഴിക്കട്ടെ, കഴിച്ചിട്ട് ജിമ്മിൽ പോവാം. ഓക്കെ, യെസ് ഗൈസ്, ലെറ്റ്സ് ഗോ ടു ദ ജിം. കുറച്ച് ലേറ്റ് ആയി പോയി ഞാൻ. കുറേ നാളല്ലേ നമ്മൾ ജിമ്മിലൊക്കെ പോയിട്ട് ബാഗ് നോക്കി ഇറങ്ങിയിട്ട് വീഡിയോ ചെയ്തിട്ട്. ബൈ, വാ, ടാറ്റാ. കുത്തിമറിയിൽ തുടങ്ങി, ഇറങ്ങാം. ഇന്നൊരു ലെഗ് ഡേ ആയിരിക്കും മിക്കവാറും. രാവിലെ വന്നിട്ട് ഇപ്പോൾ കുറേ ദിവസം എനിക്ക് തോന്നുന്നു ഒരു മാസത്തിന് ശേഷമാണ് നമ്മൾ രാവിലെ വന്ന് വർക്കൗട്ട് ചെയ്യണം. സോ ഇന്ന് നമുക്ക് വൈകിട്ട് വരാൻ പറ്റത്തില്ല. വൈകിട്ട് ഒരു പരിപാടി ഉണ്ട്, അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ രാവിലെ ആക്കിയത്. ഇന്ന് ഈഗിളിൻ്റെ ഒരു പരിപാടി ഉണ്ട്. സോ അത് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓൾറെഡി ലേറ്റായി. ഇതെല്ലാവരും നോക്കുന്നേ. എനിക്ക് നാണക്കേട് തുടങ്ങി കേട്ടോ. കുറേ സമയം ഇതില്ലായിരുന്നതാണ്. ജിമ്മിലെ വീഡിയോ ഒക്കെ കണ്ടിന്യൂസിൽ എടുത്തിട്ടുണ്ടപ്പോൾ കുഴപ്പമില്ലായിരുന്നു.
വാം അപ്പ് ഡൺ. നമുക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. സുഹൃത്തും പറഞ്ഞാൽ എനിക്ക് ലെഗില്ലെന്ന്. ഇന്നിവിടെ വാറായിരിക്കും. ഇതുള്ള ലെഗ്, ഇതില്ലാത്ത ലെഗ്. എൻ്റെ ഒരു വയ്യാത്തോണ്ടാണ്. ആ പറ. ഇതെന്താ എടാ എടാ കണ്ടടാ, എടാ കണ്ണട പകുതി ഉണ്ടടാ. പകുതി ഉണ്ടടാ. ഇവിടെ സ്പ്ലിറ്റ് ഉണ്ടടാ. ടാപ്പ് ഇന്നിവിടെ നമുക്ക് ലെഗ് എക്സ്റ്റൻഷൻ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്കൊരു തുടങ്ങാം. ഓക്കെ, 12 റെപ്പ് 3 4 5 6 7 8 9 10 1 2 guys, last set. 1 2 3 4 5 6 9 ഗൈസ്, അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗോബ്ലിൻ സ്ക്വാട്ടാണ്. ഗോബ്ലിൻ സ്ക്വാട്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ. 1 2 3 4 5 6 7 8 9 10 1 2 ഗൈസ്, അടുത്ത് നമ്മൾ ചെയ്യാൻ വന്ന അഡക്ടറാണ്. ഇതൊരു മെയിൻ വർക്കൗട്ടാണ് നമ്മൾ ലെഗ് ചെയ്യുമ്പോൾ. അതും പറഞ്ഞിട്ട് സൂക്ഷിച്ചൊക്കെ ചെയ്യണം. ദൈവമേ, നാറല്ലേ. യെസ്. 1 2 3 4 5 6 7 8 9 10 അമ്മച്ചി. അയ്യോ, ഇങ്ങനെ പേടിക്കല്ലേ ജീവ ഇങ്ങനെ. മേരി മേരി. യെസ്. 1 2 3 4 5 6 7 8 1 2 താങ്ക്സ് ഗൈസ്. ഇനി നമുക്കൊരു 2 വർക്കൗട്ട് കൂടെ ഉള്ളൂ. RDLും പിന്നെ വാക്കിംഗ് ലഞ്ചസ് കൂടി ചെയ്ത് നമുക്ക് നിർത്താം പരിപാടി. എന്നിട്ട് വീട്ടിൽ കഴിക്കാം. വിശക്കുന്നേ. 1 2 3 4 5 6 7 8 10 കേട്ടില്ല ഗൈസ്. ഇത് ആദ്യത്തെ ലാസ്റ്റ് സെറ്റാ. 1 2
3, 4, 5, 6. Damn. അയ്യോ തളർന്നു. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് വാക്കിംഗ് ലഞ്ചസ് ആണ്. വാക്കിംഗ് ലഞ്ചസ്. യെസ് ഗൈസ്, വാക്കിംഗ് ലഞ്ചസ് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8. ഒരു കാലിൽ 10. ഒരു കാലിന് 10. ടോട്ടൽ ഇവിടെ ഇവിടെ വരെ 10 പേർത്തുള്ളല്ലോ. പോട്ടെ. എടാ ജീവ, ഇവൻ 1 ഇഞ്ചല്ലേ ജീവ വലുത്. അവൻ്റെ 1 ഇഞ്ചിൻ്റെ വല. എടാ 1 ഇഞ്ചിൻ്റെ ഇവിടെ നാണോടാ എനക്ക് തെണ്ടി പോടാ. നീ ആ പോയത് മിനിമം 2 ഇഞ്ചെങ്കിലും വലുതാക്കുക ആദ്യം. എടാ നിനക്ക് ആപ്സ് ഉണ്ടാടാ എനക്ക്? നിനക്ക് ആംസ് ഉണ്ടാ എനക്ക്? നിനക്ക് എടാ സറ്റൂർണാ. ആ 1, 2, 3, 4, 5. Cool. താങ്ക്സ് ബഡി. ഗൈസ്, നമ്മൾ വർക്കൗട്ടൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോവാണ്. ഇനി നമുക്ക് പോയിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഫുള്ളും കഴിച്ചില്ല, ഹാഫേ കഴിച്ചുള്ളൂ. അതുപോലെ ഞാൻ ഒരു ബൗൾ കൂടി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ. കഴിച്ചിട്ടാണ് ബാക്കി പരിപാടി. പിന്നെ ഇന്ന് ഞാൻ പറഞ്ഞ പോലെ ഈഗിളിൻ്റെ ഒരു പരിപാടിയുണ്ട്. പരിപാടി എന്താ പറഞ്ഞാൽ അവൻ്റെ PC ലോഞ്ചാണ് ഇന്ന്. സോ 4 മണിക്കാണ്. നമ്മുടെ TVയിലെ എല്ലാവരും വരുന്നുണ്ട്, പിള്ളേരെല്ലാവരും. അതുപോലെ തന്നെ നമ്മൾ അന്ന് ഡ്രോൺ എടുത്തതിന് ശേഷം നമ്മൾ ഡ്രോൺ അധികം നമ്മൾ ഫ്ലൈ ചെയ്തിട്ടില്ല. കാരണം ഫുള്ള് മഴയും ഇതൊക്കെയായിരുന്നു. അപ്പോൾ അധികം ഫ്ലൈ ചെയ്തിട്ടില്ല. സോ അതൊക്കെ ഒന്ന് പഠിക്കണമെന്നുണ്ട് എനിക്ക്. ഇന്നിപ്പം വലിയ മഴക്കാറൊന്നുമില്ല. ഇന്നലെ മുടിഞ്ഞ മഴയായിരുന്നു രാത്രി. പക്ഷെ ഇന്നിപ്പം എന്തോ തെളിഞ്ഞ് കിടപ്പുണ്ട്. സോ ഇന്ന് പറ്റുവാണെങ്കിൽ ഒന്ന് പഠിക്കണം. നമ്മൾ 2-3 ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു ട്രിപ്പ് നമ്മൾ ഉടനെ പോവും. അതൊരു നൈസ് വ്ളോഗായിരിക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഗൈസ്, പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാനങ്ങനെ വർക്കൗട്ട് വീഡിയോ ഒക്കെ അത് ഫോക്കസ് ചെയ്തിട്ടൊന്നും ഞാനങ്ങനെ വീഡിയോ അങ്ങനെ അതായത് നമ്മൾ മുന്നേ ചെയ്തുകൊണ്ടിരുന്നു കുറച്ച്. ഇപ്പം നമ്മളത് ചെയ്യുന്നില്ല. അങ്ങനെ വർക്കൗട്ട് വീഡിയോ മാത്രമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. ഓക്കെ ഗൈസ്, നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. ഇവക്കുട്ടി എന്തിയേ? നീ പോടാ, നീ പണ്ടേ ഉടായിപ്പാന്ന്. വിശന്ന് ചത്ത്. രാവിലെ വർക്കൗട്ട് ചെയ്യാൻ പോയുള്ള പ്രശ്നം ഇതാണ്, പെട്ടെന്ന് വിശക്കും. ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, സോ ഇതിൽ വരുന്നത് നട്ട്സ് ഉണ്ട്, ഡ്രൈബെറീസ് ഉണ്ട്, ഓട്സ് ഉണ്ട്. ഗൈസ്, ഇപ്പോൾ എല്ലാ ദിവസവും ഈ സെയിം തന്നെ ആയിരിക്കത്തില്ല. ഓരോ ദിവസവും മാറി മാറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതായത് നമുക്ക് മടുക്കത്തില്ല, മനസ്സിലായി? അതാണ് മെയിൻ. എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം അതാണ്. ഇതിൻ്റെ കൂടെ തേനുമുണ്ട്. ബൈ, ഞാൻ കഴിച്ചിട്ടാ. നമുക്ക് ഡ്രോൺ പറത്താൻ പോയാലോ? ഡ്രോൺ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും മഴ പെയ്യുമ്പോൾ ഇതുപോലെ എടുക്കും, തിരിച്ചുകൊണ്ട് വെക്കും. നമുക്ക് ആദ്യം കാർ കൂടെ എടുക്കാം. കാർ കൂടെ എടുത്തിട്ട് കാറ് കൊണ്ട് പുറത്തിടാം. നമുക്ക് കാറിൻ്റെ അകത്തിരുന്ന് ഡ്രോൺ പറത്താം. ഇപ്പം പറത്തിയ പണി ആകുമോ എന്നറിയത്തില്ല. ആകാശം ഇരുണ്ട് കിടക്കുകയാണ്. ഈ മഴ ഇത് എപ്പോൾ എടുത്തുകൊണ്ട് പുറത്തിറങ്ങിയാലുള്ള പ്രശ്നം ഇതാ. ഇപ്പോൾ വാങ്ങിയ പിന്നെ മര്യാദയ്ക്കൊന്നും പറത്താൻ പറ്റിയിട്ടില്ല. ഞാൻ ഒന്ന് പുറത്തുനിന്ന് വെച്ചിട്ട് വരട്ടെ. ഓക്കെ, ഇവിടെ തന്നെ പറന്ന് തിരിച്ചിറങ്ങണേ കൂട്ടാ, കേട്ടോ? ഇതുണ്ടോ, മഴ പെയ്യോ? പെയ്യൂല. ഇതേ നമ്മുടെ കണ്ടോ നിങ്ങൾ? ഹായ്,
ഇനി ഈ GPS കണക്റ്റ് ആവണം. യെസ്, GPS കണക്റ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ടേക്ക് ഓഫ് അടിക്കാം. ടേക്ക് ഓഫ്. ഓക്കെ, ബൈ. പോയിട്ട് പറഞ്ഞേ കുട്ടാ. ആകാശം നല്ല കറുത്ത് കിടക്കുകയാണ്. ഞാൻ എങ്ങനെ ഉണ്ടെന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇങ്ങനെ കിടക്കുകയാണ് ആകാശം. This is Kochi. പഠിച്ചുകൊണ്ടിരിക്കുക ഗൈസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പാടാണ്. കാരണം കുറേ പരിപാടികൾ ഇതുണ്ട്. ആക്ച്വലി കുറേ സെറ്റിങ്സ് ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ പഠിക്കാനായിട്ട്. ഇരുന്ന് പഠിക്കട്ടെ. ഓക്കെ, മഴയും വരുന്ന ഗൈസ്. നമ്മൾ ഡ്രോൺ വയ്ക്കുന്നുണ്ടോ? ഹായ് ഡ്രോൺ. ഇനി വരത്തില്ല സെൻസർ. ഇയാള് മെല്ലെ വന്ന് ലാൻഡ് ചെയ്തോളൂ. ഇവിടെ അല്ലല്ലോ അവനെ വിട്ടത്. ഇവിടെ നല്ല വിട്ടത്. നമ്മൾ കുറേ പഠിച്ചു. നമ്മളല്ല, ഞാൻ കുറേ പഠിച്ചു. പക്ഷെ കൺഫ്യൂഷനാണ് കുറേ കാര്യങ്ങളിൽ. എൻ്റെ നേരത്തെ ഇരുന്ന FPV ഡ്രോൺ, അതായത് അത് യൂസ് ചെയ്യുന്ന മറ്റേ FPVയുടെ കൺട്രോളർ വെച്ചിട്ടല്ലേ, മറ്റേ മോഷൻ കൺട്രോളർ വെച്ചിട്ടാണ് കൺട്രോൾ ചെയ്യുന്നത്. പക്ഷെ ഇത് RC-ലോട്ട് വരുമ്പോഴത്തേക്കും ഈ കീസ് പഠിച്ചെടുക്കാൻ കുറച്ച് സമയം എടുക്കും. പിന്നെ സെറ്റിങ്സ് ഒത്തിരി ഉണ്ട്. കൊള്ളാം. ഞാൻ കുറേ ഇന്നിപ്പം അത്യാവശ്യം കുറച്ച് സംഭവങ്ങൾ പഠിച്ചു. ഞാൻ എക്സ്ട്രാ ബഗ്ഗിൻ്റെ 2-3 കിടിലം ഷോട്ട്സ് എടുത്തിട്ടുണ്ട്. സോ ഇന്നത്തെ നമ്മുടെ ഡ്രോണിൻ്റെ ക്ലാസ് ഇവിടെ കഴിയുകയാണ്. എല്ലാ ദിവസവും ഒരു അരമണിക്കൂറെങ്കിലും ഫ്ലൈ ചെയ്യണം. ഫ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രൊഫഷണൽ ആവും. ഓക്കെ ഗുഡ്. അപ്പോൾ ഞാനിത് പാക്ക് ചെയ്യട്ടെ. നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഉച്ചക്കത്തെ മീൽ കഴിച്ചതിന് ശേഷം നമുക്ക് ഡ്രസ്സ് ചെയ്യണം, പരിപാടിക്ക് പോകണം. ഓക്കെ, സമയമല്ല, ഇപ്പം തന്നെ 3:50 നമുക്ക് പോയിട്ട് ഇന്ന് ഉച്ചയ്ക്ക് എന്താ ഫുഡെന്ന് നോക്കാം. നമുക്ക് ഹെൽത്ത് കെയറുടെ നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. ക്രീമി കോൺ ആൻഡ് കുക്കുംബർ സാലഡ്. അവിടെ പാക്കിങ് ഇതല്ല കേട്ടോ, സത്യം പറഞ്ഞാൽ അവിടെ കിടിലം പാക്കിംഗ് ആണ്. നമുക്ക് നോക്കാം. ഇത് നമ്മുടെ ഫുഡ്. ഇതിൽ വരുന്നത് സാലഡ് ആൻഡ് എഗ് വൈറ്റ്. ഇപ്പം നമ്മൾ ഒരു ദിവസം മാത്രമേ നമ്മൾ ചീറ്റ് ഡേ ആയിട്ട് എടുക്കാറുള്ളൂ. അത് സൺഡേ ആണ്. അതായത് ഇന്നലെ ഞാൻ ചീറ്റ് എടുത്തായിരുന്നു. ഞാൻ ഇന്നലെ എന്തോ ചീറ്റ് എടുത്തേ, ഒരു താലി. അതായിരുന്നു. വിശക്കുന്നേ. കൊള്ളാം. അവർക്ക് വരുന്നത് ആക്ച്വലി ഇത്രയും പറയുന്ന നമ്മുടെ ഒരു ഫോളോവർ ആയതുകൊണ്ടാണ്. അവർക്ക് വരുന്നത് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഇങ്ങനെയാണ് വരുന്നത്. നിങ്ങൾ ഹെവി വർക്ക് പ്രഷറൊക്കെ ഉള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുക്ക് ചെയ്യാനൊക്കെ പറ്റുന്നില്ലെങ്കിൽ, നിങ്ങൾ അവരുടെ പാക്കിംഗ് സ്റ്റാർട്ടിങ് 12K എന്തോ ആണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. ഞാനിപ്പം 1 വീക്കായിട്ട് 1 വീക്കിന് മുകളിലായിട്ട് ഞാനിപ്പോൾ ഇത് കഴിക്കുകയാണ്. കാരണം എനിക്കിപ്പം പറ്റുന്നില്ല. എൻ്റെ സ്ട്രീമിങ്ങും എല്ലാ പരിപാടികളും കൂടി ഉള്ളത് കൊണ്ട് പറ്റുന്നില്ല. സോ എനിക്കിത് ഭയങ്കര നല്ലതായിട്ട് തോന്നി. ഇപ്പം നമ്മൾ ഇവിടെ നിന്നിട്ട് ഫുഡ് നമ്മൾ സ്വിഗ്ഗിന്നോ അതിൽ നിന്നൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കുവാണെങ്കിൽ കൂടി കണക്ക് കൂട്ടി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ പോകും. രാവിലെയൊക്കെ നിങ്ങൾ ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുമായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ഡിന്നറോ ലഞ്ചോ ഏതെങ്കിലും ഒരു ടൈമിലെങ്കിലും നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ അവിടെ നിന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. എനിക്ക് അവരുടെ മീൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കൂടാതെ ഞാൻ കസ്റ്റമൈസ് ചെയ്തിട്ട് കഴിഞ്ഞ വീക്ക് ഫുള്ള് ഞാൻ കസ്റ്റമൈസ് ചെയ്താണ് കഴിച്ചത്. ഈ വീക്ക് ഫുള്ള് ഞാൻ അവരെ ഫുഡ് ട്രൈ ചെയ്ത് നോക്കുമായിരുന്നു. എല്ലാം കൊള്ളാം. അപ്പോൾ ഞാൻ പോയി കഴിക്കട്ടെ. കഴിച്ചിട്ട് നമുക്ക് ഡ്രസ്സ് ചെയ്യാം. ഓക്കെ, ബായ്. ചെറുതായിട്ടൊന്ന് ലിപ്റ്റിലൊന്ന് കുടുങ്ങി. അയ്യോ, വിയർത്ത് പണ്ടാരടങ്ങി. എന്തൊരവസ്ഥയാണ് നോക്കിയേ. ഡ്രസ്സൊക്കെ ചെയ്ത് ഇറങ്ങുമ്പോൾ ലിഫ്റ്റിൽ കുടുങ്ങുക, വിയർത്ത് മനുഷ്യൻ്റെ നല്ല ജീവനങ്ങ് പോയി. നമുക്ക് ഇറങ്ങാം. 5 മണിക്കാണ് അവിടെ, 4:30 പറഞ്ഞത്. ഇപ്പോൾ അവന്മാർ ഇറങ്ങിയുള്ളൂ. അപ്പോൾ ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എത്തും. എനിക്കിവിടെ 4 കിലോമീറ്ററേ ഉള്ളൂ ശരിക്കും. ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ. ചെറിയൊരു പ്രശ്നമുണ്ട്, മഴ ഉണ്ടാ. വാട്ട് ഈസ് ദിസ്? എൻ്റെ അമ്മേ,
സീൻ മഴ. ഭാഗ്യത്തിന് കോടയുണ്ട്. അങ്ങോട്ട് പോവാം. തമിഴ്നാട് മന്ത്രി. ഹായ് പെരിയവരെ. ഞങ്ങള് IR സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. IR ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വലിയ പ്രശ്നം നടക്കാൻ പോവാണ്. സിനിമകളല്ലേ ബ്രോ? ഇതാണ് അവൻ്റെ PC. റിവീൽ ചെയ്തിട്ടില്ല. ഇവിടെ ഒത്തിവിടെ മുട്ടൻ പ്രശ്നമാണ്. ഇവിടെ എന്താടാ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇവിടെ കിടന്ന് ഏടാ എന്താടാ ഈഗിൾ IR ലൈവാണ്. ലൈവ് വെക്കൊണ്ടിരിക്കുക. എത്ര പേരെ കാണുന്നത്? 8,000 പേര് കണ്ടോണ്ടിരിക്കുക. ഐഫോൺ ആഗ്രഹമായിരുന്നു എനിക്ക് ഇങ്ങനത്തെ ഒരു സാധനം ബിൽഡ് ചെയ്യണം. കുറച്ച് മാർക്ക് കൊടുത്തേ. മൗണ്ടൻ ഡ്യൂ ആണോ? പുറത്തുനിന്ന് ഇന്ത്യയിലെ ഫസ്റ്റ് പീസാണ്. ഇന്ത്യ ഫസ്റ്റ് പീസ്. ഹായ് പറ. ദുരണ്ണ ഹായ് പറ. അതിന് തൊടണം നിന്നാണ് നീ. എല്ലാരും ഉണ്ട്. എല്ലാരും അച്ഛന്തി ഈ കേസ് ഫാൻഡൊക്കെ അല്ലേ? ഇപ്പോഴാണ് ആൾറെഡി PC ഇട്ട്. ഇതാണ് ഈകളുടെ PC. ഇത് കോച്ച് എക്സ്പ്ലെയിൻ. இது வந்து லிக்விட் கூலிங் தான். ஓகே, லிக்விட் கூலிங் 5090 இருக்குது தெரியும்ல, அது பேர் வல்லியஸ் ஆனோ. அதில் இருக்கிற சிப்பை எடுத்துட்டு ஆ சிப்பை தான் இதுக்குள்ளே ப்ளேஸ் செய்துட்டு ஸோ அதுக்கு வந்து நம்மளுக்கு மெயினாയിട്ട് எப்படி கூலிங் செய்யணும்னா ഈ ലിക്വിഡ് കൂളിംഗ് വെച്ച് தான் பண்ண முடியும். വിഷയമാണ്. നിങ്ങൾ ഇതിൽ എത്രത്തോളം നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു എഫക്റ്റ് കിട്ടുന്നതെന്ന് എനിക്ക് അറിയണം. എനിക്ക് തോന്നുന്നു വീഡിയോയിൽ അത്ര എഫക്റ്റ് നിങ്ങൾക്ക് അത്ര ഇതായിട്ട് തോന്നില്ല, പക്ഷേ നേരിട്ട് കാണാൻ ഭയങ്കര അടിപൊളിയാണ്. ഇവിടെ എല്ലാവരും ഉണ്ട്. IR ചെയ്ത് കഴിയാറായി. സോ ഗൈസ്, പിന്നെ ഹായ് എന്തൊരു കനത്തുള്ള ഹായ്. ഗൈസ് വേറെ ആൾ വന്ന് ഇതാ ആരുടെ മൈക്കാന്നൊന്ന് പറയുമോ? നിന്റെയാണോ? ഹായ് ബർത്ത്ഡേ ബോയ്. ഹായ്, താങ്ക് യു. 35 29 ആളിയാ ഗൈസ് വന്നിട്ട് എന്തേ തങ്കം തനിത്തങ്കം നിറ കണ്ണുകളോടെ ബാബുസേട്ട് കേക്ക് മുറിച്ചപ്പോൾ നിറ കണ്ണുകളോടെയാണ് അവിടെ ഇരുന്നത്. ശരത്തേട്ടൻ എന്തേ
വന്നില്ലേ? ആണോ വന്നില്ലേ? ഗൈസ് ബാബു വന്ന്. ഗൈസ് അപ്പോൾ എല്ലാവരും പരിപാടിക്ക് വന്നിട്ടുണ്ട്. സോ നമ്മളിത് കഴിഞ്ഞിട്ട് അറിഞ്ഞൂടെ എന്താ പരിപാടി എന്ന് നോക്കാം. ഗൈസ് അപ്പോൾ ഇറങ്ങി നമ്മൾ അവിടെ നിന്ന്. നല്ല മഴ ഇവിടെ വന്നപ്പം തുടങ്ങിയതാണ്, ഇതുവരെ നിന്നിട്ടില്ല. ഇനി എന്താ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ച് ഇതൊക്കെ ഫുഡൊക്കെ കൊടുത്ത് തിരിച്ച് ഈകളുടെ വീട്ടിലായിരിക്കും. ഇന്നവിടെ നമ്മുടെ ടി വിയിൽ എല്ലാ പിള്ളേരെല്ലാം ഉണ്ടാവും. സോ അവിടെ വെച്ചിട്ടായിരിക്കും ബാക്കി പരിപാടികൾ. നമ്മുടെ ഡിന്നർ ഇങ്ങനെയാണ് വരുന്നത്. ചിക്കനും റൈസും പിന്നെ ബ്രോക്കോളി, ക്യാരറ്റ്, കുറച്ച് വെജീസൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ഡിന്നർ വരുന്നത്. ഗൈസ് ഇപ്പോൾ 10 മണിയായി. അപ്പോൾ നമ്മൾ ഈഗിളിൻ്റെ വീട്ടിലോട്ട് പോവാണ്. ഞാൻ വന്നിട്ട് നടന്ന് ഉറങ്ങി. എന്തോ ഒരു തലവേദനയും മഴ നനഞ്ഞതിൻ്റെ ആയിരിക്കണം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. സോ അവിടെ പയ്യന്മാർ എല്ലാവരും ഉണ്ട്. നമ്മുടെ പാർട്ടിയാണ്. സോ നൗ ഇറ്റ്സ് പാർട്ടി ടൈം. ഗൈസ് ദേ ഇന്ന് മാച്ച് ഡേ ആണ്. നോക്കിയേ ഇവിടെ എത്ര പേരാന്ന്. കുറേ പേര് കളി കാണുന്നു, കുറേ പേര് അവിടെ പാർട്ടി. പെനാൽറ്റിയാ? പ്രഡിക്ഷൻ ഉണ്ടോ? പ്രഡിക്ഷൻ നീ എന്താ പറഞ്ഞ? അടിക്കോ? അടിച്ചിരിക്കോളയാ, ഇതടിക്കും. മെസ്സി അടിക്കും. പിന്നെ നീ എത്ര അടിച്ചു? ഞാൻ ഒന്നും അടിച്ചിട്ടില്ല ഇതുവരെ, ഒരെണ്ണം പോലും അടിച്ചില്ല. അടിക്കാൻ പോണേ ഉള്ളൂ. ഞങ്ങളുടെ പ്രൈവറ്റ് സ്പേസിലെ ക്യാമറ വന്നേക്കുന്നത്. ഒന്നും നടക്കാൻ പോണില്ല. ഇത് മെസ്സി അടിക്കോടാ. മെസ്സി അടിച്ചില്ല, ഞാൻ പാതി മീശ അങ്ങ് അടിക്കും. അത്രേ ഉള്ളൂ. എനിക്കില്ല മീശ, എന്നാലും എന്താണ് എന്താ ഇതാണോ ട്രിമ്മർ ഉണ്ടാ? എടുത്തിട്ടാളിയാ ചുമ്മാടാ ബാബു അളിയാ. കഷ്ടപ്പെട്ടെടുത്തു, കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചത് എടുത്തില്ല മീശ. ഇത്തിരി കൂടി ഇരിക്കാൻ സൈഡിൽ. ബോബ എവിടെ? ബോബോയ് കണ്ട എത്ര മീശ എടുത്താ? മെസ്സിക്കണ്ടി എടുത്തടാ ഞാൻ. ഇനി വോയിസ് ഉണ്ടല്ലോ എന്തിനും എനിക്ക്. ഇനി വയസ്സുണ്ട്. ഇനി വോയിസ് ഉണ്ടല്ലോ. നിനക്കേ വോയിസ് ഉള്ളൂ. അവനെ വിളി. ഏയ് ബോയ്, ബോയ് വോയിസ് ഉള്ളൂ. ഇവിടെ വേറെ ആർക്കും ഇല്ല. ഒരു കളി നടന്നപ്പോൾ തന്നെ പകുതി മീശ പോയി. ഇനി കളി തീരുമ്പോ ഇനി കളിയാ ഈകളെ ഒരു കളി തുടങ്ങിയപ്പോൾ തന്നെ പകുതി മീശ പോയി. ഇനി അവന്റെ എന്തൊക്കെ പോകും ഇനി. അടുത്ത ഗോൾ ഇതാവശ്യം മീശ പോയ വർത്ത, മീശ പോയത് വർത്ത എന്തിനു? അണ്ണാ മീശ പോയത് വർത്ത തന്നെയാണ്. പിന്നല്ല ബാക്കി വഴി
പെനാൽറ്റി വേണ്ടടാ നമുക്ക്. ഗോൾ അടിക്കാനേ, മെസ്സിക്ക് ഗോൾ അടിക്കാൻ പെനാൽറ്റി വേണ്ട. ഇവിടെ തകർത്ത ഡ്രൈവിംഗ് ആണ് എല്ലാവരും. പ്രോ ഡ്രൈവർ ബാബു. ഓ കാണിച്ചു തരാ ഡ്രിഫ്റ്റ്. ഓ സൂപ്പർ അളിയാ, സൂപ്പർ. അയ്യോ അതൊക്കെ ഇൻട്രസ്റ്റിംഗ്. കളി കഴിഞ്ഞ് മെസ്സി ലാസ്റ്റ് ഒരു ഗോൾ അടിച്ച്. എന്താ പറയാനുള്ള അർജന്റീന ഫാൻസ്? ഗൈസ് ഗുഡ് മോർണിംഗ്. അടുത്ത ദിവസം ആയിരുന്നു ജസ്റ്റ് ഒന്ന്. ഇന്നലെ മാച്ചൊക്കെ കഴിഞ്ഞ് അലമ്പി എല്ലാവരും കിടന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു സമയമായി. ഞാൻ പിന്നെ രാത്രി ഞാനൊരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും തിരിച്ചു വന്ന്. സോ എണീറ്റേ ഉള്ളൂ. അപ്പോൾ ഗൈസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യണം നമ്മുടെ വ്ളോഗ്. സോ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദ വ്ളോഗ്. അടുത്ത വ്ളോഗായിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. അടുത്ത വ്ളോഗ് കുറച്ച് സ്പെഷ്യൽ വ്ളോഗ്സൊക്കെ ആയിരിക്കും ഗൈസ്. സോ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, ടാറ്റാ.